ശരി. അപ്പൊ പഴയ കണക്കുകളൊക്കെ മനസ്സിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് വെച്ചെന്നെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമമാണ്. ഏതുവരെ പോകും നോക്കാം. എന്തൊക്കെയാ മോളെ ഇവിടെ സംഭവിക്കുന്നത്? സേതുവേട്ടൻ എന്താ പറ്റിയത്? സംഭവിച്ചത് എന്താന്ന് അവന്തിക പറഞ്ഞത് അമ്മ കേട്ടില്ലേ? അങ്കിളിന് ആഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഈ ചടങ്ങ് നടത്താൻ പോയത്? അങ്കിള് പറഞ്ഞതിൽ ന്യായമില്ലേ? നമ്മുടെ കമ്പനിയില് ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് ഇവിടെ ആഘോഷം സംഘടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ നാട്ടുകാർ കേട്ട എന്ത് പറയും അമ്മ? ഈ ചടങ്ങ് മാറ്റി വെക്കുന്നതായിരുന്നു നല്ലത്. നീയൊന്നും മിണ്ടാതിരിക്കുവോ? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഡി, കുത്തുവാക്ക് പറഞ്ഞ് ഇവളെ വേദനിപ്പിക്കാണോ നീ ഒരുങ്ങിക്കിട്ട് ഇങ്ങോട്ട് വന്നത്? ഓ, ഞാനൊന്നും പറയുന്നില്ല. കേട്ടപ്പോ അങ്കിളിന്റെ ഭാഗത്ത് ന്യായം ഒന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ചടങ്ങ് നടത്തണ്ടെന്ന് ഞാനും പറഞ്ഞതാ അമ്മേ. പക്ഷേ സച്ചേട്ടൻ ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ച് പേരിനൊരു ചടങ്ങെങ്കിലും നടത്തണമെന്ന് സച്ചേട്ടൻ വാശി പിടിച്ചു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മേ? എന്തായാലും സന്ദീപൻ ധനുഷൻ സേതുവേട്ടനെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടല്ലോ. അവര് വരട്ടെ മോളെ. ഇനിയിപ്പോ സേതുവേട്ടന് ഇഷ്ടമല്ലെങ്കിൽ ഈ ചടങ്ങ് നമുക്ക് വേണ്ടാന്ന് വെക്കാം. സച്ചിയോട് ഞാൻ പറഞ്ഞോളാം. അങ്കിളിന്റെ ആഗ്രഹത്തിന് എതിരായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടല്ലേ ഇപ്പൊ അങ്കിൾ ഇറങ്ങിപ്പോയത്. അതിനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. മീരേ, നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കയറി നീ അഭിപ്രായമൊന്നും പറയരുത്. ഈ വീട്ടിലെ കാര്യങ്ങള് അവര് തീരുമാനിച്ചോളൂ. മനസ്സിലായോ? ആ, അങ്ങനെ തീരുമാനിച്ചതുകൊണ്ടാ ഇപ്പൊ എല്ലാം മുടങ്ങിയത്. നേരത്തെ ഇത് വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ ഈ വരവെങ്കിലും ഒഴിവാക്കായിരുന്നു. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഇവിടുത്തെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാനും അഭിപ്രായം പറയാനും നിനക്കെന്താ അവകാശം? എന്താ അമ്മേ, എനിക്ക് മാത്രം ഇങ്ങനെ ഒരു വിധി? ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ മാത്രം ഞാൻ എന്ത് മഹാപാപവും ചെയ്ത്? മോളെ, നീ ഒരു മഹാപാപവും ചെയ്തിട്ടില്ല. ഇത് മോളുടെ കുറ്റമൊന്നും അല്ല. സേതുവിന്റെ ഭാഗത്തുകൊണ്ട് തെറ്റ്. ഗർഭിണിയായിരിക്കുന്ന മോളുടെ അവകാശം തന്നെയായി വളകാപ്പ്. അതും ആദ്യത്തെ കുഞ്ഞ് ജനിക്കാൻ പോകുമ്പോ. പേരിനെങ്കിലും ഈ ചടങ്ങ് നടത്തണമെന്ന് സച്ചി വാശി പിടിക്കുന്നതിൽ അവനെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? പ്രായവും അനുഭവം കൂടുതലുള്ള ആളല്ലേ സേതുവേട്ടൻ. ഇങ്ങനെ എടുത്തു ചാടി ഇറങ്ങേണ്ട ഒരു കാര്യമില്ലായിരുന്നു. സേതുവേട്ടൻ എനിക്ക് വരട്ടെ, എനിക്കും ചിലത് പറയാനുണ്ട്. അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി അതൊരു പ്രശ്നമാവരുത്. ഒരു പ്രശ്നവും ഇല്ല. അതെ, വളകാപ്പ് ചടങ്ങ് നടത്തുന്നതിന് പെണ്ണിന്റെ വീട്ടുകാർക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. അതാർക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ. മോള് വിഷമിക്കാതെ, എല്ലാം ശരി. അമ്പലം എത്തിയല്ലോ. നിർത്ത്. റിവേഴ്സ് വാ. ദേ അച്ഛൻ.
അച്ഛൻ എന്ത് പണിയായി കാണിച്ചത്? അച്ഛന്റെ മനസ്സിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. തൽക്കാലം അതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. മറ്റെല്ലാത്തിനേക്കാളും നമുക്ക് പ്രധാനം അർച്ചനടുത്തിലെ വളകാപ്പ് ചടങ്ങാ. സന്തോഷത്തോടെ ആ ചടങ്ങ് നടത്തേണ്ടത് നമ്മുടെ കടമയാ. അതിന്റെ മുന്നിൽ നിൽക്കേണ്ടത് അച്ഛന്റെ ഉത്തരവാദിത്വമാ. എന്ത് പിണക്കത്തിന്റെ പേരിലായാലും അച്ഛൻ ഇറങ്ങിപ്പോകുന്നത് ശരിയായില്ല. ദയവ് ചെയ്ത് അച്ഛൻ ഞങ്ങളുടെ കൂടെ തിരിച്ചു വരണം. അല്പം സമാധാനം കിട്ടാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെയും എന്നെ ശല്യപ്പെടുത്താനാണോ നിങ്ങളുടെ ഉദ്ദേശം? അച്ഛാ, അച്ഛനില്ലാതെ ചടങ്ങ് വേണ്ടെന്ന് വാശി പിടിച്ചിരിക്കുക അർച്ചനെടുത്തി. അച്ഛാ, ഞങ്ങളുടെ അമ്മ ജീവിച്ചിരിപ്പില്ല. അമ്മയെക്കുറിച്ചുള്ള ചെറിയ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ മനസ്സിൽ. അമ്മ ജീവിച്ചിരുന്നെങ്കിൽ അച്ഛൻ ഒരിക്കലും ഇങ്ങനെ ഇറങ്ങി പോരില്ലായിരുന്നു. ഗർഭിണിയായ ഒരു പെൺകുട്ടിക്ക് ഒരു കുടുംബം നൽകുന്ന ഏറ്റവും വലിയ ആദരവാ ഈ വളകാപ്പ് ചടങ്ങ്. അർച്ചനടുത്ത് നമ്മുടെ വീട്ടിൽ വന്നത് മുതൽ അച്ഛന്റെ സ്നേഹം മാത്രമല്ല, ഒരു അമ്മയുടെ വാത്സല്യം കൂടി എനിക്ക് ഏട്ടത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കതറിയാം. ആ അച്ഛനാണോ അർച്ചനടുത്തോട് ഇങ്ങനെ പെരുമാറുന്നത്? മരിച്ചുപോയ അമ്മയുടെ ആത്മാവ്